ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആനുവൽ എക്സാമിനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുമല്ലോ. സ്റ്റാൻഡേർഡ് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്ക്രൈബ് പിന്നെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെ 6 ആക്ടിവിറ്റികളാണ് ഉള്ളത്. അതിൽ അറിയുന്ന ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 യൂണിറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിംഗ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. ശരിയായ യൂണിറ്റുകൾ ചേർത്തിട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ്സ് ഏതെല്ലാമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. നീളം അളക്കാന്, വെള്ളം അളക്കാന്, ഭാരം അളക്കാന് തുടങ്ങിയവയ്ക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള യൂണിറ്റുകളാണ് ഉള്ളത് അല്ലേ? ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് യൂണിറ്റ്സുകൾ കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ്? ഗ്രാം, കിലോഗ്രാം, സെന്റിമീറ്റർ, മീറ്റർ, മില്ലി ലിറ്റർ, ലിറ്റർ. ഇനി താഴെ പട്ടികയിൽ കുറച്ച് വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും അളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യൂണിറ്റ്സ് ആണ് നമ്മൾക്ക് അവിടെ എഴുതി ചേർക്കേണ്ടത്. ഫസ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ലെങ്ത് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിന്റെ നീളം. നമ്മൾക്കറിയാം നീളവും വീതിയുമെല്ലാം അളക്കുന്നത് സെന്റിമീറ്ററിലോ അല്ലെങ്കിൽ മീറ്ററിലോ ആണല്ലോ. ചെറിയ നീളങ്ങൾ അളക്കാൻ നമ്മൾക്ക് സെന്റിമീറ്ററും വലിയ നീളങ്ങൾ അളക്കാൻ നമ്മൾക്ക് മീറ്ററുമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മുടെ കൈവിരൽ ചെറിയ നീളമാണല്ലോ, അത് നമ്മൾക്ക് സെന്റിമീറ്ററിൽ അളക്കാം അല്ലേ? പക്ഷേ നമ്മുടെ ഉയരം വലിയ നീളമല്ലേ, അത് നമ്മൾ മീറ്ററിലുമാണ് അളക്കുന്നത്. ഇവിടെ നോക്കൂ, പെൻസിലിന്റെ നീളം വളരെ ചെറുതാണല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ സെന്റിമീറ്ററിൽ അളക്കാമല്ലോ. ഇവിടെ നമ്മൾ എന്താണ് പൂരിപ്പിക്കേണ്ടത്? 18 സെന്റിമീറ്റർ. ഇനി അടുത്തത് എന്താണ്? വെയിറ്റ് ഓഫ് എ കേക്ക്. ഒരു കേക്കിന്റെ ഭാരം എത്രയാണ് അവിടെ നൽകിയിരിക്കുന്നത്? 800 ഡാഷ്. നമുക്കറിയാം ഭാരം അളക്കുന്നത് ഗ്രാമിലോ അല്ലെങ്കിൽ കിലോഗ്രാമിലോ ആണ്. ഇവിടെ ഗ്രാം ആണോ കിലോഗ്രാം ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ചെറിയ ഭാരങ്ങൾ ഗ്രാമിലും വലിയ ഭാരങ്ങൾ കിലോഗ്രാമിലുമാണ് അളക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണത്തിന് ഒരു ആപ്പിളിന്റെ ഭാരമായിരിക്കുമോ കൂട്ടുകാരുടെ ബാഗിന്റെ ഭാരം? അല്ല അല്ലേ? ആപ്പിളിന് ചെറിയ ഭാരവും കൂട്ടുകാരുടെ ബാഗിന്റെ ഭാരം നല്ല ഭാരവുമായിരിക്കും അല്ലേ? ഇവിടെ നോക്കൂ, കേക്കിന് നല്ല ഭാരം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് യൂണിറ്റ് കൊടുക്കേണ്ടത്? 800 ഗ്രാം ആണ് അല്ലേ? ഇനി അടുത്തത് എന്താണ് നൽകിയിരിക്കുന്നത്? വാട്ടർ ഇൻ എ ബോട്ടിൽ. ഒരു കുപ്പിയിലെ വെള്ളം അല്ലേ? ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? 500 ഡാഷ്. നമ്മൾക്കറിയാം വെള്ളം അളക്കുന്നത് ലിറ്ററിലോ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലോ ആണല്ലോ. കുറച്ച് വെള്ളം നിറച്ചിരിക്കുന്ന ഒരു കുപ്പിയാണെങ്കിൽ അതിനെ നമ്മൾ മില്ലി ലിറ്ററിലും, കൂടുതൽ വെള്ളം നിറച്ചിരിക്കുന്ന ഒരു കുപ്പിയാണെങ്കിൽ അതിനെ നമ്മൾ ലിറ്ററിലുമാണ് അളക്കുന്നത്. ഉദാഹരണത്തിന് ഒരു മരുന്നു കുപ്പിയിലെ മരുന്നും ഒരു ബക്കറ്റിലെ വെള്ളത്തിനും ഒരേ അളവായിരിക്കുമോ? അല്ല അല്ലേ? അതുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിനെ നമ്മൾക്ക് ഏത് യൂണിറ്റിൽ അളക്കാം? 500 മില്ലി ലിറ്ററിൽ അളക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. While measuring the length, the meter scale broke into 2 pieces. നീളം അളന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീറ്റർ സ്കെയില് 2 കഷ്ണമായിട്ടങ്ങ് മുറിഞ്ഞു. From the below given measurements of the broken pieces, pick out the correct one. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുറിഞ്ഞ കഷ്ണങ്ങളുടെ അളവുകളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ആ ചിത്രങ്ങളിൽ നിന്നും ശരിയായത് കൂട്ടുകാരോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Put a tick mark on the correct one. ശരിയായ മെഷർമെന്റിന് മുകളിൽ ഒരു ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, നൽകിയിരിക്കുന്ന മെഷർമെന്റ്സ് എങ്ങനെയെല്ലാമാണ്? ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് എങ്ങനെയാണ്? ഒന്നാമത്തെ പീസിന് 75 സെന്റിമീറ്ററും രണ്ടാമത്തെ പീസിന് 35 സെന്റിമീറ്ററുമാണ് അല്ലേ? അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ നൽകിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? മീറ്റർ സ്കെയിൽ ആണ് മുറിഞ്ഞിരിക്കുന്നത് എന്നാണ് അല്ലേ? മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ സ്കെയിലാണ് മുറിഞ്ഞിരിക്കുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണല്ലോ.
അപ്പോൾ മുറിഞ്ഞിരിക്കുന്ന രണ്ട് പീസുകളും തമ്മിൽ കൂട്ടി നോക്കിയാൽ നമ്മൾക്ക് 100 സെന്റിമീറ്റർ കിട്ടണം അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിലെ രണ്ട് പീസുകളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? 75 + 35 എത്രയാണ്? 110 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ അത് ശരിയായ പീസുകളല്ല അല്ലേ? ഇനി ബി ചിത്രത്തിലെ പീസുകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ പീസിന്റെ അളവ് എത്രയാണ്? 45 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ പീസിന്റെ അളവ് എത്രയാണ്? 65 സെന്റിമീറ്റർ ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 110 ആണ് അല്ലേ? അതും ശരിയായ പീസുകളല്ല. ഇനി സി ചിത്രത്തിലെ പീസുകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ പീസിലെ അളവ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ പീസിലെ അളവ് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 90 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ അതും ശരിയായ ആൻസർ അല്ല. ഇനി ഡി ചിത്രത്തിലെ അളവുകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ പീസിന്റെ അളവ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 40 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ പീസിലെ അളവ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 60 സെന്റിമീറ്റർ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 100 സെന്റിമീറ്റർ ആണ്. അതാണല്ലോ ശരിയായിട്ടുള്ള ആൻസർ. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. 1 മീറ്റർ സ്കെയിലാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. സ്കൂൾ ആനിവേഴ്സറി, സ്കൂൾ വാർഷികം. In the given table, the amount collected from parents of each standard for the school anniversary is listed. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഓരോ ക്ലാസ്സിലെയും പാരൻസിന്റെ കയ്യിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന തുകയാണ് താഴെ ടേബിളിൽ നൽകിയിരിക്കുന്നത്. 1A ക്ലാസ്സിൽ നിന്നും എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത്? 578 റുപ്പീസ് ആണ്. 1B ക്ലാസ്സിൽ നിന്നും 631 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. 2A ക്ലാസ്സിൽ നിന്നും 539 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. 2B ക്ലാസ്സിൽ നിന്നും 572 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. 3A ക്ലാസ്സിൽ നിന്നും 800 റുപ്പീസ് ആണ് കിട്ടിയത്. 3B ക്ലാസ്സിൽ നിന്നും 718 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. 4A ക്ലാസ്സിൽ നിന്നും 298 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. 4B ക്ലാസ്സിൽ നിന്നും 431 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ക്ലാസ് ആൻഡ് ദ എമൗണ്ട് വിച്ച് ഗോട്ട് ദ ഹയസ്റ്റ് കളക്ഷൻ. ഏറ്റവും കൂടുതൽ ശേഖരണം ലഭിച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിൽ നിന്നാണെന്നും തുക എത്രയാണെന്നും എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പട്ടികയിൽ നിന്നും ഏറ്റവും വലിയ തുക ഏതാണ് കൂട്ടുകാർ കാണുന്നത്? 800 റുപ്പീസ് ആണ് അല്ലേ? 800 റുപ്പീസ് കിട്ടിയിരിക്കുന്നത് ഏത് ക്ലാസ്സിൽ നിന്നാണ്? 3A ക്ലാസ്സിൽ നിന്നാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ക്ലാസ് ആൻഡ് ദ എമൗണ്ട് വിച്ച് ഗോട്ട് ദ ലീസ്റ്റ് കളക്ഷൻ. ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിൽ നിന്നാണ്? ആ ക്ലാസ്സിൽ നിന്നും കിട്ടിയിരിക്കുന്ന തുക എത്രയാണ്? കൂട്ടുകാർ പട്ടികയിലേക്ക് നോക്കൂ. ഏറ്റവും കുറവ് ശേഖരണം ലഭിച്ചിരിക്കുന്നത് ഏതാണ്? 298 റുപ്പീസ് ആണ് അല്ലേ? അത് ഏത് ക്ലാസ്സിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? 4A ക്ലാസ്സിൽ നിന്നാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കളക്റ്റഡ് എമൗണ്ട്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ്. ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ചിരിക്കുന്ന തുകകൾ വലുതിൽ നിന്ന് തുടങ്ങി ചെറുതിലേക്ക് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതേണ്ടത്? 800, 718, 631, 578, 572, 539, 431, 298. ഇനി അതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. ദ പിക്ചർ ഷോസ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് കളക്റ്റഡ് ഫ്രം എ ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ചിരിക്കുന്ന നോട്ടുകളുടെയും കോയിനുകളുടെയും ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ക്ലാസ്. ആ ക്ലാസ് ഏതാണെന്ന് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ഇത് എത്രയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് കൂട്ടി നോക്കണം അല്ലേ? ഏതൊക്കെ നോട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 100 റുപ്പി നോട്ട്സ് ഉണ്ട്, 50 റുപ്പി നോട്ട്സ് ഉണ്ട്, 20 റുപ്പി നോട്ടുണ്ട്, 5 റുപ്പി കോയിൻസ് ഉണ്ട്, 1 റുപ്പി കോയിനുമുണ്ട്. എത്രയാണ് ഇത് ടോട്ടൽ വരുന്നത്? എത്ര 100 റുപ്പി നോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്? 300 റുപ്പി നോട്ട്സ് ആണ്. 300 റുപ്പി നോട്ട്സ് കൂട്ടിയാൽ എത്രയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? 300 ആണ്. ഇനി എത്ര 50 നോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്? 250 നോട്ട്സ് ആണ് അല്ലേ? 250 നോട്ട്സ് കൂട്ടിയാൽ എത്രയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? 100 റുപ്പീസ് ആണ്. അപ്പോൾ 300 പ്ലസ് 100 റുപ്പീസ് എത്രയായി? 400 റുപ്പീസ് ആയി അല്ലേ? ഇനി ബാക്കി എത്രയാണ് ഉള്ളത്? 20 റുപ്പി നോട്ടുണ്ട് അല്ലേ? 400 പ്ലസ് 20 എത്രയാണ്? 420 ആണ്. ഇനി കോയിൻസ് ഏതെല്ലാമാണ് ഉള്ളത്?
5 റുപ്പി കോയിൻസ് 2 എണ്ണമാണ് ഉള്ളത്. 5 + 5 എത്രയാണ്? 10 ആണ് അല്ലേ? 420 + 10 എത്രയാണ്? 430 ആണ്. ഇനി ബാക്കി എത്രയാണുള്ളത്? 1 റുപ്പി കോയിൻ ആണ്. 430 + 1 = 431 റുപ്പീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട്. ഇനി നമ്മൾക്ക് ടേബിളിൽ നോക്കാം. 431 റുപ്പീസ് നൽകിയിരിക്കുന്നത് ഏത് ക്ലാസ് ആണ്? 4B ആണ് അല്ലേ? ആ ക്ലാസ് ആണ് നമ്മൾ ആ കോളത്തിൽ എഴുതി ചേർക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 3 നോക്കാല്ലേ? ചിക്കൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? When the chicken started to cry in hunger. കോഴി കുഞ്ഞുങ്ങള് വിശപ്പ് കൊണ്ട് കരയാൻ തുടങ്ങിയപ്പോൾ the mother hen went to the south side of the yard and the rooster went to the north side of the yard. അമ്മ കോഴി മുറ്റത്തിന്റെ തെക്കു ഭാഗത്തേക്കും പൂവൻ കോഴി മുറ്റത്തിന്റെ വടക്കു ഭാഗത്തേക്കും തീറ്റ അന്വേഷിച്ച് പോയി. The mother hen came with 24 peas. അമ്മ കോഴി കുറച്ചു കഴിഞ്ഞപ്പോൾ 24 പയർമണികളുമായി തിരികെ വന്നു. And the 4 chickens divided them equally. അങ്ങനെ 4 കോഴിക്കുഞ്ഞുങ്ങളും അത് തുല്യമായി വീതിച്ചു. How many peas will each chicken get? അങ്ങനെയാണെങ്കിൽ ഓരോ കോഴിക്കുഞ്ഞിനും എത്ര പയർമണികളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെ കണ്ടെത്താം? ആകെ ഉണ്ടായിരുന്ന 24 പയർമണികളോട് നമ്മൾക്ക് 4 ചിക്കൻസിനെ ഡിവൈഡ് ചെയ്യാം. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 24 / 4 എത്രയാണ് ആൻസർ? 6 ആണ് അല്ലേ? ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും 6 പയർമണികൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ സം ടൈം ദ റൂസ്റ്റർ കെയിം വിത്ത് 12 പീസ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവൻ കോഴി വന്നു. എത്രയാണ് പൂവൻ കോഴിയുടെ കയ്യിലുള്ള പയർമണികൾ? 12 പയർമണികളാണ് അല്ലേ? ദ ചിക്കൻസ് ഡിവൈഡഡ് ദം ഈക്വലി. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ അതും തുല്യമായി വീതിച്ചു. ഹൗ മെനി പീസ് വിൽ ഈച്ച് ചിക്കൻ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും എത്ര പയർമണികളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ആകെ ഉണ്ടായിരുന്ന 12 പീസിനെ നമ്മൾക്ക് 4 ചിക്കൻസുമായിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 12 / 4 = 3 ആണ് അല്ലേ? ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും 3 വീതം പയർമണികളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? While starting to eat, the chickens noticed that their parents haven't got anything to eat. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങള് പയർമണികളൊക്കെ കഴിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് അവരുടെ പാരൻസിന് ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലെന്ന് അവർ കണ്ടത്. So they collected all the peas together and divided equally for all of them. പിന്നീട് കോഴിക്കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്തത്? എല്ലാ പയർമണികളും കൂടി ശേഖരിച്ചിട്ട് എല്ലാവർക്കുമായി തുല്യമായി ഭാഗിച്ചു. ഹൗ മെനി പീസ് വിൽ ഈച്ച് വൺ ഗെറ്റ് നൗ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര പയർമണികളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? മദർ ഹെൻ അമ്മ കോഴി എത്ര പയർമണികളായിരുന്നു കൊണ്ടുവന്നിരുന്നത്? 24 പീസ് ആയിരുന്നു അല്ലേ? റൂസ്റ്റർ പൂവൻ കോഴി എത്ര പയർമണികളായിരുന്നു കൊണ്ടുവന്നിരുന്നത്? 12 പീസ് ആണ് അല്ലേ? അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. എത്രയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? 24 + 12 = 36 പീസ് ആണ് ആകെ ഉള്ളത്. ഇനി 36 പീസ് എത്ര ആൾക്കാർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 ചിക്കൻസ് 4 കോഴിക്കുഞ്ഞുങ്ങൾക്കും, പിന്നെയോ 1 മദർ ഒരു അമ്മ കോഴിക്കും വേണം, 1 റോസ്റ്റർ ഒരു പൂവൻ കോഴിക്കും വേണം. അങ്ങനെ 6 പേർക്കാണ് നമ്മൾ 36 പീസ് ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 36 / 6 = 6 ആണ് ആൻസർ വരുന്നത് അല്ലേ? ഓരോരുത്തർക്കും 6 പയർമണികൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. വാട്ട്സ് ദ ടൈം? സമയം എത്ര? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് തൻവി ഇൻ എ ഡേ ആർ ഗിവൺ അലോങ് വിത്ത് ടൈം. തൻവിയുടെ ഒരു ദിവസത്തെ പലതരം പ്രവൃത്തികളാണ് ഇവിടെ സമയത്തിന്റെ കൂടെ നൽകിയിരിക്കുന്നത്. ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക്. ക്ലോക്കിൽ സമയം വരയ്ക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്ലോക്കിൽ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. തൻവിയുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കുന്നു അല്ലേ? എത്ര മണിക്കാണ് തൻവി എഴുന്നേൽക്കുന്നത്? 6 o'clock 6 മണിക്കാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും വരയ്ക്കേണ്ടത്? ഹവർ ഹാൻഡ് 6ലേക്ക് വരണം, മിനിറ്റ് ഹാൻഡ് 12ലേക്കുമാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? സ്കൂൾ ബിഗിൻസ്. സ്കൂൾ തുടങ്ങുന്നത് എപ്പോഴാണ്? 10 o'clockനാണ് അല്ലേ? 10 മണിക്കാണ് സ്കൂൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും വരയ്ക്കേണ്ടത്?
10ലേക്കാണ് നമ്മൾ ഹവർ ഹാൻഡ് വരയ്ക്കേണ്ടത്. 12ലേക്കാണ് നമ്മൾ മിനിറ്റ് ഹാൻഡ് വരയ്ക്കേണ്ടത്. ഇനി തൻവിയുടെ അടുത്ത ആക്ടിവിറ്റി എന്താണ്? ലഞ്ച്, ഉച്ചഭക്ഷണം അല്ലേ? എത്ര മണിക്കാണ് തൻവി ഉച്ചഭക്ഷണം കഴിക്കുന്നത്? 1 o'clock, 1 മണിക്കാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരയ്ക്കേണ്ടത്? 1ലേക്കാണ് ഹവർ ഹാൻഡ് വരയ്ക്കേണ്ടത്, 12ലേക്കാണ് നമ്മൾ മിനിറ്റ് ഹാൻഡ് വരയ്ക്കേണ്ടത്. ഇനി എന്താണ് താഴെ നൽകിയിരിക്കുന്നത്? ദ ടൈം തൻവി സ്പെൻഡ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ഈസ് ഗിവൺ ബിലോ. ഓരോ പ്രവൃത്തികൾക്കും തൻവി ചെലവഴിച്ചിരിക്കുന്ന സമയമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് തൻവി ചെലവഴിച്ചിരിക്കുന്ന സമയം എത്രയാണ്? 15 minutes ആണ്. ലഞ്ചിന് എത്രയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത്? 20 minutes ആണ്. ടീക്ക് എത്രയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത്? 10 minutes ആണ്. ഗെയിംസിന് എത്ര സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത്? 1 hour ആണ്. ഡിന്നറിന് എത്ര സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത്? 15 minutes ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൗ മച്ച് ടൈം ഡസ് തൻവി സ്പെൻഡ് ഫോർ ഫുഡ് ആൻഡ് ഗെയിംസ്? ഭക്ഷണത്തിന് വേണ്ടിയും കളിക്ക് വേണ്ടിയും തൻവി ആകെ എത്ര സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? മുകളിലുള്ള ടേബിൾ നോക്കൂ. അതിൽ മിനിറ്റ്സുകളെല്ലാം നമ്മൾക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? 15 minutes പ്ലസ് 20 minutes പ്ലസ് 10 minutes പ്ലസ് 15 minutes എത്രയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്? ആകെ 60 minutes ആണ് അല്ലേ? 60 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour ആണല്ലോ. ആ 1 hourഉം ഗെയിംസിന് മാത്രമായി ചെലവഴിച്ചിരിക്കുന്ന 1 hourഉം അല്ലേ? 1 hour പ്ലസ് 1 hour ഈസ് ഈക്വൽ ടു 2 hours. 2 മണിക്കൂറാണ് തൻവി ആകെ സമയം ചെലവഴിച്ചിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. മോർ വെയിറ്റ്, കൂടുതൽ ഭാരം. ഇവിടെ 10 കുട്ടികളെയും അവരുടെ ഓരോരുത്തരുടെയും വെയിറ്റ്, ഭാരവുമാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ കുട്ടിയുടെ ഭാരം എത്രയാണ്? 26 kilogram ആണ്. ചൈൽഡ് 2, രണ്ടാമത്തെ കുട്ടിയുടെ ഭാരം എത്രയാണ്? 25 kilogram ആണ്. മൂന്നാമത്തെ കുട്ടിയുടെ ഭാരം എത്രയാണ്? 30 kilogram ആണ്. നാലാമത്തെ കുട്ടിയുടെ ഭാരം എത്രയാണ്? 24 kilogram ആണ്. അഞ്ചാമത്തെ കുട്ടിയുടെ ഭാരം 28 kilogram ആണ്. ആറാമത്തെ കുട്ടിയുടെ ഭാരം 29 kilogram ആണ്. ഏഴാമത്തെ കുട്ടിയുടെ ഭാരം 26 kilogram ആണ്. എട്ടാമത്തെ കുട്ടിയുടെ ഭാരം 25 kilogram ആണ്. ഒൻപതാമത്തെ കുട്ടിയുടെ ഭാരം 26 kilogram ആണ്. പത്താമത്തെ കുട്ടിയുടെ ഭാരം 27 kilogram ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ഐഡന്റിഫൈങ് ദ വെയ്റ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ ഗിവൺ എബവ്. മുകളിൽ നൽകിയിരിക്കുന്ന ഓരോ കുട്ടികളുടെയും ഭാരം മനസ്സിലാക്കി താഴെ നൽകിയിരിക്കുന്ന പട്ടിക കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസി ആണല്ലോ. കൂട്ടുകാർ ഓരോ കുട്ടിയുടെയും ഭാരം അതാത് നമ്പറിന് നേരെ തെറ്റാതെ എഴുതി ചേർക്കണം. ഒന്നാമത്തെ കുട്ടിയുടെ ഭാരം എത്രയാണ്? 26 ആണ്. 2ന് നേരെ 25 kilogram എഴുതണം. 3ക്ക് നേരെ 30 എഴുതണം. 4ന് നേരെ 24 എഴുതണം. 5ന് നേരെ 28 എഴുതണം. 6ന് നേരെ 29 എഴുതണം. 7ന് നേരെ 26 എഴുതണം. 8ന് നേരെ 25 എഴുതണം. 9ന് നേരെ 26ഉം എഴുതണം. 10ന്റെ വെയിറ്റ് അവിടെ നൽകിയിട്ടുണ്ട്, 27 ആണ്. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് വെയിറ്റ് ഈസ് റിപ്പീറ്റഡ് മോർ ടൈംസ്? ഏത് ഭാരമാണ് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റായി വന്നത്? അതായത് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് ഏത് ഭാരമാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ്? 30 kilogram, 26 kilogram, 25 kilogram, 24 kilogram. മുകളിലത്തെ പട്ടികയിൽ നോക്കൂ. ഏത് വെയിറ്റ് ആണ് കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത്? 26 kilogram ആണ് അല്ലേ? ഒന്നാമത്തെ കുട്ടിക്കും ഏഴാമത്തെ കുട്ടിക്കും 9ാമത്തെ കുട്ടിക്കും 26 kilogram ആണല്ലോ. 3 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ ടേബിൾ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു യുവർ ഫ്രണ്ട്. മുകളിലത്തെ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ തയ്യാറാക്കാം? ഹു ഹാസ് മോർ വെയിറ്റ്? ആർക്കാണ് കൂടുതൽ ഭാരം ഉള്ളത്? പിന്നെയോ ഹു ഹാസ് ലീസ്റ്റ് വെയിറ്റ്? ഏറ്റവും കുറവ് ഭാരമുള്ളത് ആർക്കാണ്? ഹൗ മെനി ചിൽഡ്രൻ ഹാവ് ദ സെയിം വെയിറ്റ്? ഒരേ ഭാരമുള്ളത് എത്ര കുട്ടികൾക്കാണ്? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂട്ടുകാർ ഇവിടെ എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ഡ്രോയിങ് കിറ്റ്.
A drawing competition was conducted for LP students as part of school anniversary. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി LP കുട്ടികൾക്കായി ഒരു ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. 1 winner from each standard was identified. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ വിജയിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിന്നേഴ്സ് were given drawing kits. വിജയികൾക്ക് ഡ്രോയിങ് കിറ്റ്സ് ആണ് നൽകിയിരുന്നത്. ഇനി താഴെ ടേബിളിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഐറ്റംസ് ഇൻ ദ ഡ്രോയിങ് കിറ്റ്. ഒരു ഡ്രോയിങ് കിറ്റിൽ എന്തെല്ലാം ഇനങ്ങളാണ് ഉള്ളത് എന്നാണ് നൽകിയിരിക്കുന്നത്. അവയുടെ ഓരോന്നിൻ്റെയും പ്രൈസ്, വിലയും നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് ഉള്ളത്? കളറിംഗ് ബുക്ക്, അതിൻ്റെ പ്രൈസ് എത്രയാണ്? 15 റുപ്പീസാണ്. ക്രയോൺസിൻ്റെ വില എത്രയാണ്? 10 റുപ്പീസാണ്. പെൻസിലിൻ്റെ പ്രൈസ് എത്രയാണ്? 5 റുപ്പീസാണ്. വാട്ടർ കളറിൻ്റെ പ്രൈസ് എത്രയാണ്? 25 റുപ്പീസാണ്. ബ്രഷിൻ്റെ പ്രൈസ് എത്രയാണ്? 20 റുപ്പീസാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു പർച്ചേസ് എ ഡ്രോയിങ് കിറ്റ് ഫോർ ദ വിന്നേഴ്സ്? വിജയികൾക്ക് ഡ്രോയിങ് കിറ്റ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഡ്രോയിങ് കിറ്റ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ആ ഡ്രോയിങ് കിറ്റിൽ ഒരുപാട് ഇനങ്ങളുണ്ട് അല്ലേ? ഓരോ ഇനങ്ങൾക്കും ഓരോ പ്രൈസ്, ഓരോ വിലയുമാണ് അല്ലേ? ആ വിലകളെല്ലാം കൂട്ടി നോക്കിയാൽ നമ്മൾക്ക് ഒരു ഡ്രോയിങ് കിറ്റ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പൈസ എത്രയാണെന്ന് ലഭിക്കും. ഇനങ്ങളുടെ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 15 പ്ലസ് 10 പ്ലസ് 5 പ്ലസ് 25 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 75 റുപ്പീസാണ് ടോട്ടൽ പ്രൈസ്. ഒരു ഡ്രോയിങ് കിറ്റ് വാങ്ങാൻ 75 റുപ്പീസാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി LP സ്റ്റുഡൻസിനാണല്ലോ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. LP സ്കൂളിൽ 4 ക്ലാസ്സുകളാണല്ലോ ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് അല്ലേ? ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിക്കാണല്ലോ സമ്മാനം നൽകുന്നത്. അങ്ങനെയാവുമ്പോൾ 4 കുട്ടികൾക്കാണ് സമ്മാനം നൽകേണ്ടത് അല്ലേ? അതായത് ഒരു ഡ്രോയിങ് കിറ്റിന്റെ പൈസയായ 75 റുപ്പീസിനോട് 4 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ആകെ 4 വിന്നേഴ്സിന് കൊടുക്കേണ്ട ഡ്രോയിങ് കിറ്റിന്റെ ടോട്ടൽ പ്രൈസ് നമ്മൾക്ക് ലഭിക്കും അല്ലേ? അതായത് 75 × 4 ഈസ് ഈക്വൽ ടു 300 റുപ്പീസാണ് ആകെ 4 വിന്നേഴ്സിന് വാങ്ങേണ്ട ഡ്രോയിങ് കിറ്റിന്റെ ടോട്ടൽ മണി. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 സ്റ്റുഡൻസ് ഫ്രം ഈച്ച് ക്ലാസ് ആർ ഗിവൺ ദ ഡ്രോയിങ് കിറ്റ്സ്. നേരത്തെ നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്കായിരുന്നു സമ്മാനം കൊടുത്തിരുന്നത് അല്ലേ? ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ നിന്നും 2 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഹൗ മച്ച് മണി ഈസ് നീഡഡ്? എത്ര പൈസയാണ് ആവശ്യമായിട്ട് വരുന്നത്? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ നിന്നും 2 വിജയികളാണെങ്കിൽ 4 ക്ലാസ്സുകളിൽ നിന്ന് എത്ര വിജയികളായിരിക്കും ഉണ്ടാവുക? 8 വിജയികളായിരിക്കും അല്ലേ? അതായത് ഒരു ഡ്രോയിങ് കിറ്റിന്റെ പ്രൈസ് എത്രയായിരുന്നു? 75 റുപ്പീസ് ആയിരുന്നു അല്ലേ? അങ്ങനെയുള്ള 8 പ്രൈസ് ആണ് നമ്മൾക്ക് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 75 × 8 ഈസ് ഈക്വൽ ടു 600 റുപ്പീസാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ. 2 500 rupee notes were given for buying the drawing kits. ഡ്രോയിങ് കിറ്റുകൾ വാങ്ങാനായി 2 500 രൂപയുടെ നോട്ടുകളാണ് നൽകിയത്. ഹൗ മച്ച് വിൽ ബി ദ ബാലൻസ്? അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര രൂപയാണ് ഉണ്ടാവുക? 2 500 രൂപ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 500 പ്ലസ് 500 ഈസ് ഈക്വൽ ടു 1000 റുപ്പീസ് ആണ് അല്ലേ? ഡ്രോയിങ് കിറ്റുകൾ വാങ്ങാൻ ആകെ എത്ര പൈസയാണ് ചെലവായിരിക്കുന്നത്? 600 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1000 റുപ്പീസിൽ നിന്നും 600 റുപ്പീസ് കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 400 റുപ്പീസ് ആണ് അല്ലേ? ബാലൻസ് എത്രയാണ് ഉണ്ടാവുക? 400 റുപ്പീസ് ആണ്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. 3ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്യുമല്ലോ. സ്റ്റാൻഡേർഡ് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.